ഞാൻ പൊതുവെ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു മിനിമൽ മേക്കപ്പ് ലുക്കാണിത്. അപ്പോൾ മൂന്ന് പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വാ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജസ് വന്നായിരുന്നു, എന്തെങ്കിലും ഫംഗ്ഷനോ മറ്റോ പ്രോഗ്രാമിനോ പോകുമ്പോൾ ചെയ്യുന്ന മേക്കപ്പ് ലുക്കിൻ്റെ വീഡിയോ ഒന്ന് ഇടാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ്. ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ചെയ്യുന്ന മേക്കപ്പ് ലുക്കിന്റെ വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മേക്കപ്പ് വീഡിയോ. ഈ മേക്കപ്പ് വീഡിയോ എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നുമല്ല. ഞാൻ വലുതായിട്ട് മേക്കപ്പ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളുമല്ല. എൻ്റെ കയ്യിലുള്ള കുട്ടി കുട്ടി സാധനങ്ങൾ വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് നിങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്ന മേക്കപ്പ് ലുക്കിന് ആവശ്യമായ സാധനങ്ങളെന്ന് കാണിച്ചു തരാം. ഇത് മൂന്നുമാണ് എൻ്റെ മേക്കപ്പ് ലുക്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇത് ഒലയുടെ നാച്ചുറൽ ഓറ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്. ഞാൻ റെഗുലറായിട്ട് എൻ്റെ മേക്കപ്പ് യൂസിൽ എൻ്റെ ബേസ് ക്രീമായിട്ടും എൻ്റെ പ്രൈമറായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഇതാണ്, ഈ ഒരു ഒലയുടെ നാച്ചുറൽ ഓറ. സെക്കൻഡ് വൺ, ഞാൻ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയ മേക്കപ്പ് പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ, ലിക്വിഡ് ഫൗണ്ടേഷൻ. നമ്മുടെ വിഷു ഹെയർ സ്റ്റൈൽ സീരീസിൻ്റെ ആ സമയം മുതലാണ് ഞാൻ ഈ ലിക്വിഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പം മുതൽ ഇത് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് മാറി. ഇത് എൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. ഇപ്പോൾ ഇത്ര ഉള്ളു, കുഞ്ഞു ബോട്ടിലാണ്. ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാണ്. 40 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. നമ്മൾ ഫൗണ്ടേഷൻസ് ആദ്യമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫൗണ്ടേഷനാണ്. പിന്നെ ഇതിൻ്റെ പൗഡർ, ഞാൻ ഇന്ന പൗഡേഴ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറില്ല. ഇടയ്ക്കിടയ്ക്ക് മണം മാറിക്കൊണ്ടിരിക്കും. ഇപ്രാവശ്യത്തെ എൻ്റെ മണം ഇതാണ്, യാർഡ്ലി. ഞാൻ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഈ 2 പ്രൊഡക്റ്റ് മാത്രമായിരുന്നു എൻ്റെ മേക്കപ്പ് ലുക്കിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു 3 പ്രൊഡക്റ്റ്. നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരു വിധത്തിലും സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അത് SPF 60 എബവ് ഉള്ള സൺസ്ക്രീൻ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സൺസ്ക്രീൻ. ഞാൻ റെഗുലറായിട്ട് ഒരു 3 ഇയേഴ്സ് ആയിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഇതാണ്. ഇത് നമ്മുടെ സോഫ്റ്റ് ടച്ചിന്റെ സൺബ്ലോക്ക് സൺസ്ക്രീൻ ആണ്. SPF 60 ആണ്. എല്ലാ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സൺസ്ക്രീൻ ആണ്. 200 രൂപക്ക് താഴെയുള്ള ഇതിന്റെ പ്രൈസ് റേഞ്ച്. ഞാനിത് പർച്ചേസ് ചെയ്ത് മീഷോന്നാണ്. ഈ സൺസ്ക്രീനിന്റെ ഫുൾ റിവ്യൂ ഞാൻ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ നമ്മുടെ മുകളിൽ കാണുന്ന ഐയിൽ ക്ലിക്ക് ചെയ്ത വീഡിയോ കിട്ടും. ഇനിയുള്ളത് ഐലൈനർ ആണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ. നമ്മുടെ മേക്കപ്പ് ലുക്കിന്റെ ഫൈനൽ ടച്ചിന് വേണ്ടി ലിപ്സ്റ്റിക്. അപ്പോൾ ഈ കാണിച്ചതൊക്കെയാണ് ഈ മേക്കപ്പ് ലുക്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ. അപ്പോൾ അധികം കഥയൊന്നും പറയാൻ നമുക്ക് നമ്മുടെ മേക്കപ്പ് വീഡിയോയിലേക്ക് കിടക്കാം. പക്ഷേ ബിഫോർ ദാറ്റ് നമ്മുടെ മേക്കപ്പിന്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ക്യാമറ സൂം ചെയ്യണം. ഇപ്പം നമ്മുടെ ക്യാമറ പൊസിഷൻ ഒക്കെ ആയില്ലേ? സോ ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇടയ്ക്ക് എൻ്റെ കണ്ണ് ഇങ്ങോട്ടൊന്ന് പാളും. കാരണം ഇവിടെ നമ്മുടെ കണ്ണാടി ഇരിപ്പുണ്ട്. ഞാൻ ബാക്ക് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കണ്ണെഴുതാനും പൊട്ടുകുത്താനും കണ്ണാടി വേണം. അതുകൊണ്ട് സൈഡിലൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ കണ്ണിടക്ക് ഇങ്ങനെ പാളുന്നത് എന്ന് മനസ്സിലാക്കണം. മേക്കപ്പ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ മുടി ഒന്ന് കെട്ടിക്കോട്ടെ. അപ്പോൾ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്താണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ നട്ടപ്ര വെയിലത്ത് പുറത്ത് പോകുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യുന്ന സാധനമാണ് സൺസ്ക്രീൻ. തീരാറായി, അടുത്ത ഓർഡർ ചെയ്യണം. തീരാറായെന്നല്ല, തീർന്ന് ഇപ്പോൾ കാറ്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫേസിലും നെക്കിലും കംപ്ലീറ്റ് ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് തേച്ച് പിടിപ്പിക്കണം. വലിയ പ്രഷർ ചെയ്ത് നമ്മൾ തേച്ച് കൊടുക്കരുത്. ചുമ്മാ ജെന്റിലി മസാജ് ചെയ്ത് വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫേസിൽ വല്ലാത്തൊരു ഫ്രഷ്നെസ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഇത് വളരെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആവും. വൈറ്റ് കാസ്റ്റ് ഒന്നും തോന്നില്ല. വളരെ ജെന്റിലാണ്. നമുക്ക് സ്കിന്ന് വളരെ സോഫ്റ്റ് ടച്ചായിട്ട് തന്നെ തോന്നും നമുക്ക് സ്കിന്നിലാണ്. നമ്മുടെ മേക്കപ്പിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് തന്നെയാണ്, സൺസ്ക്രീൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നാച്ചുറൽ ഓറയും ഈ ഫൗണ്ടേഷനും അപ്ലൈ ചെയ്യുന്നതാണ്. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇത് തന്നെയാണ് ഇതിന്റെ മെത്തേഡ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതൊരു എക്സ്പെരിമെന്റ് എന്ന രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ സ്കിന്നിന് വളരെ ഒരു ഫിനിഷിങ് കിട്ടുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ഗ്ലോ കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. സോ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം ഈ ഒരു നാച്ചുറൽ ഓറയും ഈ ഒരു ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്താണ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എൻ്റെ അത്ര ഈവൻ ടോണായ സ്കിൻ ടോൺ അല്ല, എൻ്റെ ഒരു ഡസ്കി സ്കിൻ ടോൺ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡാണ് എൻ്റെ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഷെയ്ഡ്. സോ എടുത്തിട്ട്
കണ്ടോ, ഞാൻ ഈക്വൽ പ്രൊപ്പോർഷനിലല്ല എടുത്തിരിക്കുന്നത്. കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ ഒലയുടെ ക്രീമാണ്. ഇതിൽ ഒരു 2 to 3 ഡ്രോപ്സ് ഫൗണ്ടേഷൻ യൂസ് ചെയ്തെന്ന് മാത്രം, ഒരു 3:1 പ്രൊപ്പോർഷനിൽ. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക കൈ കൊണ്ട് തന്നെ. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇത് നമ്മൾ ഫേസിൽ ഫുള്ള് ഡോട്ട് 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 ഇട്ടിട്ട് നമ്മളിത് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുക. ഓൾമോസ്റ്റ് ഫേസിലെ എല്ലാ ഭാഗത്തും ഈ ഒരു മിക്സ്ചർ നമ്മൾ ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇനി ഇത് ഉണങ്ങി പോണതിന് മുന്നേ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യണം. അയ്യോ, ഉണങ്ങിയ ഞാൻ ഈ കഥാപ്രസംഗം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഉണങ്ങിപ്പോയി. അപ്പം നമ്മൾ റോസ് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഉണങ്ങിപ്പോയ ക്രീം ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. കുറച്ച് കയ്യിൽ വെള്ളം കിട്ടിക്കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇത് ഫേസിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഫിനിഷ് ടച്ച് കിട്ടും. സോ നമ്മുടെ ഓൾറെഡി ഫൗണ്ടേഷൻ്റെ ആ ഒരു മിക്സ് ഫേസിൽ കംപ്ലീറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത് ഉണങ്ങി പോകുമ്പോൾ റോസ് വാട്ടറോ അല്ലെങ്കിൽ വാട്ടറോ നമ്മൾ കയ്യിലൊന്ന് നനച്ച് കൊടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളാണ് കേട്ടോ. അത് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം, നമ്മുടെ ഫേസിലെ മേക്കപ്പിന് കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടും. അതുമല്ല, കുറച്ചധികം നേരം ലാസ്റ്റ് ചെയ്യുന്ന പോലെ ഒന്നും. ഈ സാധാരണ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവർ അതെല്ലാം കഴിഞ്ഞിട്ട് മേക്കപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പ്രേ അടിക്കില്ലേ, മേക്കപ്പ് ഫിക്സർ, അതേപോലെ നമ്മൾ മുഖത്ത് ഈ ഡോട്ടെല്ലാം ചെയ്തിട്ട് റോസ് വാട്ടറോ അല്ലെങ്കിൽ സാധാരണ നോർമൽ വെള്ളമോ വെച്ചിട്ട് ഈ ഫേസിൽ ഫുള്ളങ്ങ് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം നേരം ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നി. എൻ്റെ കണ്ടുപിടുത്തമാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊരു കുഞ്ഞു പൊടിക്കയുണ്ട്. ഇനി 3rd സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ സാധാരണ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ മേക്കപ്പ് ഫിനിഷ് ചെയ്തിട്ട് ഐലൈനറും ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് ഞാൻ വീഡിയോ എടുക്കാറാണ് ചെയ്യാറുള്ളത്. എന്നാൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന മേക്കപ്പ് ലുക്കാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ മറക്കാണ്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് എൻ്റെ ഈ പൗഡർ. നിങ്ങൾ പൗഡേഴ്സ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എന്നാൽ പൗഡർ ലവേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ കമോൺ, നമുക്ക് പൗഡർ ഇല്ലാണ്ട് പുറത്താവാൻ പറ്റില്ല. അപ്പോൾ പൗഡർ യൂസ് ചെയ്യുന്നത് അധികമൊന്നുമില്ല, കാരണം സൺസ്ക്രീനും നമ്മുടെ ഫൗണ്ടേഷൻ മിക്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ചെറുപ്പം മുതൽ ശീലിച്ച ശീലമായതുകൊണ്ട് ഒരു മനസംതൃപ്തിക്ക് വേണ്ടിയാണ് ഈ പൗഡർ യൂസ് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റേജിൽ വെച്ച് ഈ മേക്കപ്പ് ലുക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ പൗഡർ പൗഡറും കൂടെ ഇട്ടപ്പോഴേക്കും നമ്മുടെ ആ മേക്കപ്പിന്റെ ബേസിക് ആയ 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനിയാണ് ഐലൈനർ. പലരും പല രീതിയിലാണ് ഐലൈനർ ഇടാറുള്ളത്. സോ നമ്മുടെ ഡ്രസ്സിന്റെ ലുക്ക് ഇങ്ങനെ ആയതുകൊണ്ട് ഞാനൊരു വിങ്ഡ് ഐലൈനർ ലുക്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ണെഴുതാം. ഇനിയാണ് ലിപ്സ്റ്റിക്ക്. നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉറപ്പായും എന്തെങ്കിലും നല്ല ലിപ് ബാമോ അല്ലെങ്കിൽ വാസ്ലിനോ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ലിപ് ബാം ഒന്നും യൂസ് ചെയ്യാറില്ല, ഞാൻ യൂസ് ചെയ്യുന്നത് വാസ്ലിനാണ്. അപ്പോൾ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആ ലിപ് ഷെയ്ഡ്സ് ആണിത്. ഇത് 3ഉം ഞാൻ മൈഗ്ലാമിന്നാണ് പർച്ചേസ് ചെയ്തത്. ഞാൻ മിക്സ് ചെയ്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് സിംഗിളായിട്ടും ഇടയ്ക്ക് മിക്സ് ചെയ്തൊക്കെ യൂസ് ചെയ്യാറുള്ള ഷെയ്ഡാണ്. ഇന്ന് ഞാൻ ഈ ഒരു ഡാർക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. സോ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് തീരാറായി. എൻ്റെ ഉപയോഗം കൂടിയത് കൊണ്ട് ഇതൊക്കെ താഴെ വീണ് പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ ലുക്കിൻ്റെ ഒരു ഫൈനൽ ടച്ച് എന്ന രീതിയിൽ നമ്മളൊരു പൊട്ട് കൂടി കുത്താൻ പോണേണ്. ഈ ഡ്രസ്സ് ഒരു പച്ചയും മഞ്ഞയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു റെഡ് പൊട്ടാണ് ഞാൻ കുത്താൻ പോകുന്നത്. ആഹാ, മുടുക്കിയായി. സോ നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി. ഇനി മേക്കപ്പ് കഴിഞ്ഞ് ഇനി കുറച്ച് ഷോയൊക്കെ ആവാം നമുക്ക്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ പുറത്ത് എവിടെയെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ നോർമലായിട്ട് എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ ആയ ഒരു മേക്കപ്പ് ലുക്കാണിത്. അധികം സാമഗ്രികളൊന്നും വേണ്ട. ഞാൻ യൂസ് ചെയ്ത എൻ്റെ മേക്കപ്പ് പ്രൊഡക്റ്റ് ഒന്നും തന്നെ കോസ്റ്റ്ലി അല്ല. എല്ലാം വളരെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങിച്ച്
യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്റെ മേക്കപ്പ് ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ കുറച്ച് പേരെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ഫോളോ ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോഴും കുറച്ച് പേരെങ്കിലും നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പൗഡറും കൺമഷിയൊക്കെ മാത്രം ഇട്ട് മേക്കപ്പ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മേക്കപ്പ് ലുക്കിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പറ്റാവുന്നവരൊക്കെ ഈ മേക്കപ്പ് ലുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ട് വന്ന അഭിപ്രായം പറഞ്ഞോട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമന്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു നല്ല ഹാപ്പി ആൻഡ് എന്റർടൈനിങ് ആയ വീഡിയോ ആയിട്ട് ഉടനെ കാണും വരെ ബൈ. അയ്യോ പോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.